ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. എന്ത് മിൽക്ക് ഷേക്കാണെന്നല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കക്കുരു കൊണ്ടുള്ള മിൽക്ക് ഷേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് രണ്ട് രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് കുടിക്കുമ്പോൾ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നത്തേയില്ല. നമ്മൾ ഏകദേശം ബദാം മിൽക്ക് ഷേക്കൊക്കെ കഴിക്കില്ലേ, അതേപോലെ തന്നെയാണ്. ഒട്ടും അറിയില്ല ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനു മുൻപ് ജുലീനാസ് കിച്ചൺ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു 30 ചക്കക്കുരു നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിവിടെ 2 രീതിയിലുള്ള മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, ധാരാളം ചക്കക്കുരു ഉണ്ടാവും എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഒരു 5 വിസിൽ വരണം. നല്ലതുപോലെ ചക്കക്കുരു വേകണം കേട്ടോ. 5 വിസിൽ വന്നു കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ചക്കക്കുരു എല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലി കളയണം. ഇപ്പോൾ ചക്കക്കുരുയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. ഇത് വേഗം വേഗം പോകും. ഇതിൻ്റെ ബ്രൗൺ കളറിലുള്ളത് കളയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് പ്യുവർ വൈറ്റ് കളറിൽ വേണം ഷേക്കെങ്കിൽ വേണമെങ്കിൽ ഇതിങ്ങനെ കളയാം. പക്ഷെ ഇത് കളയണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇതിലാണ് അതിൻ്റെ ഗുണം ഇരിക്കുന്നതെന്നാണ് പറയണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഈ തൊലി മാത്രമേ ഞാൻ കളയുന്നുള്ളൂ കേട്ടോ. ആ ബ്രൗൺ കളറിലുള്ളത് കളയണ്ട കേട്ടോ. ചക്കക്കുരുവിൻ്റെ പുറത്തെ സ്കിന്നെല്ലാം കളഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം പാലൊഴിച്ച് കൊടുക്കാം. നമ്മൾ 2 ടൈപ്പിലാട്ടോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അല്പം പാലൊഴിച്ച് ചക്കക്കുരു ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ചക്കക്കുരു ഞാൻ നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് വാനില മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഞാൻ ജാറിൽ നിന്നും ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ജാറിലേക്ക് വാനില മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായി 2 ടേബിൾ സ്പൂൺ ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തത്, അതിട്ട് കൊടുക്കാം. മിൽക്ക് ഷേക്കിന് എപ്പോഴും നല്ല ചിൽഡ് ആയിട്ടുള്ള പാലാണ് വേണ്ടത്. ഞാനിത് ഫ്രീസറിൽ വെച്ച് നല്ല ഐസാക്കി എടുത്ത പാലാണ്. ഇങ്ങനെയുള്ള പാലിട്ടാലാണ് മിൽക്ക് ഷേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം കേട്ടോ. ഇതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് വാനില ഫ്ലേവർ ഉള്ളത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ വാനില ഫ്ലേവറുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറായി. ഇനി നമുക്ക് അടുത്ത ചക്കക്കുരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും നമുക്ക് 2 ടേബിൾ സ്പൂൺ ചക്കക്കുരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഐസാക്കി വെച്ചിരിക്കുന്ന ആ പാലിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ പഴം,
അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റോബസ്റ്റ് ആവാം, പാളയംകോടൻ ആവാം, പൂവമ്പഴമാകാം, ഏതെങ്കിലും ഒരു ചെറിയ പഴം ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. ഹോർലിക്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, ബൂസ്റ്റോ മാൾട്ടോവയോ ബോൺവിറ്റയോ ഏത് വേണമെങ്കിലും ഇടാം. ഇനി ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/4 കപ്പ് ഒഴിക്കുക കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണേ. കണ്ടൻസ്ഡ് മിൽക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി അല്പം ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 രീതിയിലുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു എല്ലാവർക്കും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.